വി വി പാറ്റിന്റെ ഈ ബോക്സിന്റെ ഫ്രണ്ടിലുള്ള 2 ലാച്ചുകൾ അത് നമുക്ക് അഭിമുഖമായി വെച്ചുകൊണ്ട് നമ്മുടെ ഭാഗത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലോക്കിൽ നിന്നും റിലീസ് ആവുകയും നമുക്കിത് ഓപ്പൺ ചെയ്യുകയും ചെയ്യാം. ഇത്തരത്തിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാലറ്റിംഗ് യൂണിറ്റ് നമുക്ക് പുറത്തെടുക്കാം. ഇതാണ് വി വി പാറ്റ്. വി വി പാറ്റിന്റെ ഫുൾ ഫോം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ, വാട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ. അപ്പൊ ഈ വി വി പാറ്റിനും ഓൾറെഡി ഫിക്സഡ് ആയിട്ടുള്ള കേബിൾ ഉണ്ട്. ആ കേബിളിന്റെ എൻഡിൽ അതിന്റെ കണക്ടർ ഉണ്ട്, കേബിൾ കണക്ടർ ഉണ്ട്. ആ കണക്ടറിനും ഈ പ്രത്യേകതയുണ്ട്, റെഡും ബ്ലാക്കുമായിട്ടുള്ള 2 ലാച്ചുകൾ അതിന്റെ ഇരുവശങ്ങളിലുമുണ്ട്. വി വി പാറ്റിൽ ആദ്യം തന്നെ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ ഏറ്റവും ബാക്ക് സൈഡില് ഒരു നോബ് ഉണ്ട്. കണ്ടോ ഈ നോബ് ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും വെക്കാം. ഈ നോബ് ഹൊറിസോണ്ടൽ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രാൻസ്പോർട്ടേഷൻ മോഡ് എന്ന് പറയും. ഈ ഡിവൈസ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ട്രാൻസ്പോർട്ടേഷൻ മോഡ് ഹൊറിസോണ്ടൽ മോഡിലായിരിക്കും. ഇത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ഇത് വെർട്ടിക്കൽ പൊസിഷനിലിടണം. അതായത് വർക്കിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ നേരെ വെർട്ടിക്കലായിട്ട് സ്റ്റാൻഡിങ് എന്നുള്ള നിലയിൽ ഇട്ടുകൊണ്ടാണ് ഇത് പ്രവർത്തിപ്പിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഇത് പ്രവർത്തിപ്പിക്കാവുള്ളൂ. സ്റ്റാൻഡിങ് മോഡിൽ ഇട്ടുകൊണ്ട് ഇത് പ്രവർത്തിക്കത്തുള്ളൂ. ട്രാൻസ്പോർട്ടിംഗ് ടൈമിൽ നമ്മളത് ട്രാൻസ്പോർട്ടിംഗ് മോഡിലേക്ക് ആക്കിയിരിക്കണം. അത് എന്തുകൊണ്ടാണ് ട്രാൻസ്പോർട്ടിംഗ് മോഡിലേക്ക് ആക്കണമെന്ന് പറയുന്നതിന്റെ കാരണം, ഈ വി വി പാറ്റ് എന്ന് പറഞ്ഞ ഡിവൈസിന് പ്രിന്റ് സെക്ഷൻ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടി ഇതിനകത്ത് സൂക്ഷിക്കുന്ന ഈ പേപ്പർ റോൾ, അതായത് ഈ പേപ്പർ റോൾ കമ്പാർട്ട്മെന്റ്, അപ്പൊ വി വി പാറ്റിന് പേപ്പർ റോൾ കമ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞൊരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. അതാണ് ഈ കാണുന്നത്. ഒരാൾ വോട്ട് ചെയ്യുമ്പോൾ ആ വോട്ട് ആർക്ക്, ഏത് സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തത് എന്ന് വോട്ടറുടെ സ്ഥാനാർത്ഥിയുടെ സീരിയൽ നമ്പറും പേരും സിമ്പലും ചിഹ്നവും ഇവിടെ തെളിഞ്ഞ് ഒരു പേപ്പർ സ്ലിപ്പിൽ, ബാലറ്റ് സ്ലിപ്പിൽ പ്രിന്റ് ചെയ്തിട്ട് 8 സെക്കൻഡോളം നമ്മളിങ്ങനെ കാണിച്ച് തരും. അവിടെ ഒരു ലൈറ്റും കൂടി കത്തി നമ്മൾ തെളിഞ്ഞ് കാണിച്ചു തരും. അതിനുപയോഗിക്കുന്ന തെർമൽ പേപ്പർ സൂക്ഷിക്കുന്ന കമ്പാർട്ട്മെന്റാണ് ഈ ഭാഗം. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കമ്മീഷനിങ്ങിന്റെ ടൈമിൽ പഠിക്കും. അതായത് പേപ്പർ റോൾ ഇതിനകത്തുണ്ട്. ആ പേപ്പർ റോള് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വി വി പാറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഡിസ്ലൊക്കേഷൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഇതേപോലെ അടുത്ത് നിൽക്കുന്നതിന് ഒരു ലിവർ ഈ പേപ്പർ റോളിൽ ഇങ്ങനെ അടുപ്പിച്ച് നിൽക്കും. അതാണ് ഇവിടെ ലോക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ട്രാൻസ്പോർട്ടിംഗ് മോഡിൽ ഇടുമ്പോൾ പേപ്പർ റോൾ മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇത് അടുത്ത് നിൽക്കുകയും ട്രാൻസ്പോർട്ടിംഗ് മോഡിൽ നിന്ന് മാറി വർക്കിംഗ് മോഡിലേക്ക് വരുമ്പോൾ അതിങ്ങനെ പേപ്പർ റോൾ കറങ്ങാൻ പാകത്തിൽ അകന്നിരിക്കുകയും ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ വി വി പാറ്റിന്റെ സെക്ഷൻ ഇതാണ് ഇപ്പോൾ പറഞ്ഞ പേപ്പർ റോൾ കമ്പാർട്ട്മെന്റ് ആണ്. രണ്ടാമത് ഈ ബാലറ്റ് സ്ലിപ്പുകൾ പ്രിന്റ് ആയി കഴിയുമ്പോൾ വന്ന് വീണ് കിടക്കാൻ വേണ്ടിയുള്ള ഒരു കമ്പാർട്ട്മെന്റ് ആണ് ബാലറ്റ് സ്ലിപ്പ് കമ്പാർട്ട്മെന്റ്. മറ്റത് ഇതിന്റെ ഏറ്റവും ബാക്ക് സൈഡിലായിട്ട് പവർ പാക്ക്, അതായത് ബാറ്ററി ഇൻസെർട്ട് ചെയ്യാനുള്ള, ഇതാണ് ബാറ്ററി ഇൻസെർട്ട് ചെയ്യാനുള്ള സെക്ഷനാണ് ഈ കാണുന്ന ബാറ്ററി കമ്പാർട്ട്മെന്റ്. മറ്റൊന്ന് കണക്ടർ കമ്പാർട്ട്മെന്റ്. ഈ വി വി പാറ്റിലേക്ക് ബാലറ്റിംഗ് യൂണിറ്റിൽ നിന്നുള്ള കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള കമ്പാർട്ട്മെന്റ് ആണ് കണക്ടർ കമ്പാർട്ട്മെന്റ്. ഈ ഡോർ തുറന്നു നോക്കി കഴിയുമ്പോൾ BU ഇന്റർഫേസ് എന്ന് പറഞ്ഞ ഒരു കേബിൾ കണക്ടർ ഇവിടെ ഉണ്ടാകും. ആ പിന്നിലേക്ക് ബാലറ്റിംഗ് യൂണിറ്റിന്റെ കേബിൾ കണക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇത് ഒരു ചെറിയ ഒരു സ്വിച്ച് ഇരിപ്പുണ്ടാവും. അത് ഒന്നിലായിരിക്കണം എപ്പോഴും കിടക്കേണ്ടത്. അപ്പോൾ വി വി പാറ്റ്, പേപ്പർ റോൾ കമ്പാർട്ട്മെന്റ്, ഏറ്റവും താഴെ ബാക്ക് സൈഡ് ബാറ്ററി കമ്പാർട്ട്മെന്റ്, പിന്നെ ഇവിടെ കണക്ടർ കമ്പാർട്ട്മെന്റ്, അതിന്റെ മുകളിൽ വർക്കിംഗ് പൊസിഷനിലേക്കിടുന്ന ആ നോബ്. ഇനി മനസ്സിലാക്കേണ്ടത്, ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ്
ഈ ബാൽറ്റ് സ്ലിപ്പ് കമ്പാർട്ട്മെന്റ് എന്നുള്ളത് സീൽ ചെയ്തിട്ടാണ്. ടോയിൽ ഉപയോഗിച്ച് കെട്ടി അഡ്രസ് ടാഗ് ഉപയോഗിച്ച് സീൽ ചെയ്തതിന് ശേഷമാണ് റിയൽ പോൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ റിയൽ പോളിന് മുൻപ് 5 മോക്ക് പോൾ എന്ന് പറയുന്ന പോൾ ഉണ്ടാകും. ആ പോളിൽ നടത്തുന്ന സ്ലിപ്പുകളെല്ലാം അതിൽ നിന്ന് എടുത്ത് പ്രത്യേകം തയ്യാറാക്കിയ കവറിലിട്ട് പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കി തിരിച്ചു നൽകും. അതിനുശേഷം 7 മണിക്കുള്ള റിയൽ പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഈ ബാലറ്റ് സ്ലിപ്പ് കമ്പാർട്ട്മെന്റ് സീൽ ചെയ്തിരിക്കും. പോളിംഗ് ഓഫീസർമാർക്ക് ഈ വി വി പാറ്റ് നൽകുമ്പോൾ ഓൾറെഡി ഈ പേപ്പർ റോൾ കമ്പാർട്ട്മെന്റിന്റെ ഈ ഭാഗം ഇരുവശം ഇവിടെയും സീൽ ചെയ്തിട്ടായിരിക്കാം പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവരിവിടെ ഒന്നും തുറക്കാൻ പാടില്ല, കാരണം ഓൾറെഡി സീൽഡായിരിക്കും. പിന്നെ ഈ വി വി പാറ്റിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, ഇത് അതിശക്തമായ സൺലൈറ്റ് ഉള്ള ഈ പുറത്ത് വെയിലത്തൊക്കെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കാം. ഈ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള സെൻസറുകളൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് അതിശക്തമായ ലൈറ്റ് ഇതിലടിക്കാൻ പാടില്ല. അതിപ്പം പുറത്ത് സൺലൈറ്റ് ആണെങ്കിലും ശരി, റൂമിൽ പോളിംഗ് ബൂത്തിൽ ഈ വി വി പാറ്റ് വെക്കുന്നതിന് നേരെ മുകളിൽ ശക്തമായിട്ടുള്ള ലൈറ്റുള്ള അത്തരത്തിലുള്ള ബൾബുള്ള ട്യൂബുള്ള ഇത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, കാരണം ഇതിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വി വി പാറ്റിനെ കുറിച്ച് മനസ്സിലാക്കുവാനുള്ളത്.